ശരിക്കും ഈ വീട്ടില് ദാരിദ്ര്യം അങ്ങനെ ഒരു അവസ്ഥയായിരുന്നോ? ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പട്ടിണി കിടക്കുക എന്നുള്ളതിനെ മാത്രമല്ല ദാരിദ്ര്യം. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും അരി ഓരോ ഇതായിട്ട് കുറഞ്ഞു അവസാനം ഇല്ലാത്തൊരവസ്ഥ. അതായത് നമ്മളിങ്ങനെ ചുമരിലും ജനലിന്റെ പടിയിലും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ചില്ലറ വെക്കില്ലേ, ആ ചില്ലറ വരെ എടുത്ത് ചെലവായിട്ട് ഇനിയൊന്നുമില്ല എന്നുള്ളൊരവസ്ഥയിൽ നിന്നുണ്ട്. ചെവിയിലാണെങ്കിൽ അന്ന് സ്വർണത്തിന്റെ കമ്മലല്ല, ഇവൾക്കേ ഉള്ളൂ കുഞ്ഞൊരു മുട്ട്. അങ്ങനെ അത് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അത് ഊരി കൊടുത്തു. മൂഴികേറി അറിയില്ലേ, വെള്ളപ്പൊക്കം, അതിൽ ഞാൻ പോയി എന്ന് ഓർത്തിട്ട് എൻ്റെ വീട്ടുകാരൊക്കെ മറ്റേ കുഴിയൊക്കെ ഇട്ടാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. അപ്പുറത്തുള്ള ആൾക്ക് അത്ര ക്ഷമ വേണം, അല്ലെങ്കിൽ ഹസ്ബൻഡൊക്കെ അല്ല ഇങ്ങനെ എപ്പോഴാ വയ്യാതെ, ഞാൻ തിരുപ്പതി പോയിട്ട് മുട്ടയടിച്ച. ഇത് വീട്ടിൽ കൊണ്ടുപോകുമ്പോ അമ്മയ്ക്കുള്ളൊരു സന്തോഷമുണ്ട്. ഞാനും അനിയത്തിയും മത്സരിച്ച് പരിപാടി പങ്കെടുക്കും. അതിന്റെ കൂടെ ഒരു 2 ഡയലോഗും കൂടെ പറഞ്ഞു. നിങ്ങൾ കണ്ണാടിയൊന്നും നോക്കുന്നില്ലേ, ഇങ്ങനെ ഈ മുഖം കണ്ടിട്ട് സിനിമാ നടിയാവാനൊക്കെ പറ്റിയതാന്നൊക്കെ തോന്നിയോന്ന് വെച്ചു. ആ ഒരു അതാണ് ഊർജം. അടുത്ത ദിവസമായപ്പോഴേക്കും ഒറ്റ നിവൃത്തിയില്ല, നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശപ്പ് എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം തന്നെയാ. അപ്പം വേഗം ഒരു വട എടുത്തിട്ട് പേപ്പറിൽ തന്ന് ഉള്ളത് കഴിച്ച ഒരു രംഗം ഞാൻ മറക്കില്ല. കൽപ്പറ്റ എത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഓടി കടയിൽ പോയിട്ട് പെട്ടെന്ന് ചേട്ടാ പൈസ ഞാൻ തരാം, പൈസ ഇതായിപ്പോയി, അത് ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ആള് വേഗം എടുത്തു തന്നു. കണ്ടക്ടർ കൊണ്ടുകൊടുത്തു. തിരിച്ച് നമ്മുടെ ഒറിജിനൽ കഥയിലേക്ക് വന്നാൽ ഈ മൗണ്ടനറിംഗിലേക്ക് എത്തുക, ഈ ബൈക്ക് വാങ്ങിക്കുക. അത് ഇപ്പൊ ഈ പറഞ്ഞില്ലേ, ഈ വീട് ഞാൻ പറഞ്ഞില്ലേ ഒരു കുന്നുംപുറത്താണെന്ന്. ഒരു കാര്യത്തിന് ഒരു വെള്ളം എടുക്കാൻ ഒരു തവണ എത്ര തവണ പോയി കയറി ഇറങ്ങണം. അപ്പൊ ആ ഒരു ഇതിൽ നമുക്ക് ഈ കയറലും പിന്നെ മല അല്ലെങ്കിൽ ഒരു ഹൈറ്റ് അതൊരു വിഷയമായിട്ട് തോന്നിയില്ല. അപ്പൊ അങ്ങനെയാണ് ഈ ഹസ്ബൻഡാണ് ഇതിന് നമ്മളെ പറഞ്ഞു, നിനക്ക് മല കയറല് എന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിലേക്ക് നീ പോണില്ലേ, അത് തന്നെ, അതിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇത് അപ്ലൈ ചെയ്ത് പോയപ്പോഴ് ഇത് മൗണ്ടനിയറിംഗ് എന്ന് പറയുമ്പോൾ നേരെ മല കയറുക ഇറങ്ങുക ഇതല്ല, ഇതിൽ കുറേ ഐറ്റംസ് ഉണ്ട്. അതിലൊക്കെ കയറി പിന്നെ കുറേ നിയമങ്ങളുണ്ട്. റോപ്പാണ്, അതിൻ്റെ കുറേ നോട്ട്സുകൾ പഠിക്കാനുണ്ട്, കെട്ടില്ലേ അത് പഠിക്കാനുണ്ട്. ഓരോന്ന് ചെയ്യണമെങ്കിൽ ഇന്ന ഇപ്പം ഞാൻ ചെയ്തത് ചിമ്മിനി ബ്രിഡ്ജിങ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് അതിൽ കുറച്ച് ഇതുണ്ട്. നമ്മൾ പാറ ഇടുക്കിൽ കൂടെ ഇറങ്ങുന്നതേയും കയറുന്നേ. അപ്പം അതിൽ കൈ കാല് അതായത് 2 കൈയും 2 കാലും ഉപയോഗിക്കരുത്, അപ്പം ഫൗളായി. ഒരു കൈയാണെങ്കിൽ 2 കാലും വെച്ചിട്ട് ഇപ്പം ഈ വാതിലിൻ്റെ ഒക്കെ ഇടയ്ക്ക് 2 വാതിലിൻ്റെ കയറി അങ്ങനെ പോകുന്ന അപ്പം അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇത് എൻ്റെ വീട്ടിൽ വെള്ളം എടുത്ത് കയറുന്ന പരിപാടിയല്ല, ഇതിൽ കുറേ നിയമങ്ങൾ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ എനിക്ക് ഇതാവാൻ പറ്റുമെന്ന് അറിയില്ല. അതൊക്കെ പറ്റും, പിന്നെ നിനക്കാ പറ്റാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് വയനാട്ടുകാർക്ക് ആർക്കും പറ്റുന്ന എനിക്ക് തോന്നുന്നത്. വയനാട് എന്നല്ല, ഹിൽ സ്റ്റേഷനിൽ താമസിക്കുന്ന എല്ലാവർക്കും അത് ഈസി ആയിരിക്കും. അതായത് അതേസമയം ടൗൺ ഏരിയയിലുള്ളവർക്ക് അതൊരു വലിയ സംഭവമായിട്ട് തോന്നും. എനിക്ക് തോന്നുന്നു എന്നേക്കാളും നന്നായിട്ട് എൻ്റെ ചേച്ചിമാരും ഒക്കെ അവിടെ ഇതിനേക്കാളും കൂളായിട്ട് അതൊക്കെ ചെയ്യുന്നത്. അപ്പം പോയി കുറച്ചധികം പേരുണ്ടായിരുന്നു, ജെൻസും ഉണ്ട്. അതിൽ വെച്ചിട്ട് ഒരു 3 എണ്ണത്തിന് ഫസ്റ്റ് കിട്ടി. ഒരെണ്ണം അത് പിന്നീട് കുറച്ച് ഡേഞ്ചറാന്ന് പറഞ്ഞിട്ട് അവരത് അംഗീകരിച്ചില്ല. മത്സരം കഴിഞ്ഞതിന് ശേഷം എടുത്തു കളഞ്ഞു, അല്ലെങ്കിൽ അതിനും കൂടെ കിട്ടുമായിരുന്നു. ഇതുമായിട്ട് വേറൊരു കോൺട്രാസ്റ്റിൽ വരുന്നതാണ് എഴുത്ത്. ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, കഥ എഴുതുന്ന രീതിയിൽ തന്നെയാണ് കോൺവെർസേഷൻസ് കൊണ്ടുവരുന്നുണ്ട് വർത്താനം പറയുമ്പോൾ. അതുകൊണ്ടാണോ ഈ എഴുത്തിലേക്ക് തിരിയാന്ന് തീരുമാനിച്ചത്, അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ശ്രദ്ധയപ്പെടുത്തിയോ? നീ നന്നായിട്ട് വർത്താനം പറയുന്നല്ലോ, അപ്പൊ എഴുതി നോക്കും. അതെന്റെ അനിയത്തിയാണ്. ഞാനിങ്ങനെ ഇപ്പൊ എത്ര കഥകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്? 8 എണ്ണം. 9 എണ്ണമായി റീസെന്റ് ആയിട്ടാണ്. അത് ഞാൻ കോളേജിലും എവിടെയും പോയിട്ട് വന്നാല് എൻ്റെ വീട്ടിലുള്ളവർക്ക് ചെവി നല്ല കേൾപ്പിക്കില്ല. അതായത് ആ ഇറങ്ങിയത് മുതൽ തിരിച്ച് കയറുന്നത് വരെ എല്ലാ ഭാവങ്ങളും, ഇപ്പം കണ്ടക്ടർ പറഞ്ഞാണെങ്കിൽ കണ്ടക്ടറിൻ്റെ സ്റ്റൈലിൽ പറയും. അങ്ങനെ ടീച്ചറായിട്ട് ഞാൻ പറയും. അപ്പം ഇങ്ങനെ നിന്ന് ഒരു ഇവർക്ക് സിനിമ ഞാൻ കണ്ടാൽ മതി, ബാക്കിയുള്ളവർക്ക് ഞാനത് കറക്റ്റായിട്ട് ആ ഫീലടക്കം കൊടുക്കും. അപ്പം എൻ്റെ അനിയത്തി ചോദിച്ചാൽ ഇങ്ങനെ
ഡിറ്റോ കണക്ക് പറയാൻ പറ്റുമെങ്കിൽ ചേച്ചിക്ക് ഇത് എഴുതിക്കൂടെ, ഇങ്ങനെ എഴുതുമ്പോൾ എത്ര രസം ഉണ്ടാവും അറിയാം. അത് പണ്ട് പറഞ്ഞിട്ടതാണ് അവള്. അതായത് ഞാൻ ഇങ്ങനെ നിന്ന് വിവരിക്കും, ഇവർക്കൊന്നും ഇത്ര വിവരണാത്മകതയില്ല. അപ്പോൾ പിന്നീടാണ് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി കുറേ എണ്ണം എഴുതിച്ചിട്ടുണ്ട്. എന്നിട്ട് രാത്രി എഴുതും. രാവിലെ ഇത് വായിക്കുമ്പോൾ എനിക്ക് തന്നെ അയ്യേന്ന് തോന്നിയിട്ട് ഇത് ഞാൻ കളയും. എനിക്കിതൊരാളെ കാണിക്കാനോ എന്തോ നമുക്കൊരു കോംപ്ലക്സ് പോലെയായിരുന്നു, അതൊന്നും ശരിയാവില്ല എന്നുള്ളത്. പിന്നെ ഇതിലൊരു കഥ എഴുതിയിട്ട് ഞാൻ ആകാശവാണിയിലുള്ള അപ്പോഴത്തേനും ആകാശവാണിയിൽ കയറി കാഷ്വൽ അനൗൺസറായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു എന്ത് നന്നായിട്ടുണ്ട്, നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അജിഷ, അത് പബ്ലിഷ് ചെയ്യാൻ നോക്കുക, അങ്ങനെയാണിത്. ആദ്യത്തത് മലയാള മനോരമ പേപ്പറിലേക്ക് അയച്ചു കൊടുത്ത് ഇന്നാണെങ്കിൽ മറ്റന്നാൾ അത് പ്രസിദ്ധീകരിച്ച് വരികയാണ്. അതായത് ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ട്, MT സാർ അടക്കം എത്രയോ ലെറ്റർ. അപ്പൊ എനിക്കിത് എന്താ പറയാ, ലോട്ടറി കിട്ടിയ മാതിരി. ഞാൻ എന്നോട് പറഞ്ഞു നാളത്തെ പേപ്പറിൽ ഉണ്ടാവും, നോക്കിക്കോളൂ പറഞ്ഞു. ആ കഥ വന്നപ്പോൾ ഞാൻ അത്ര ഞെട്ടി. കാരണം അതൊരു വലിയൊരു കഥയല്ല, ഞാൻ വെള്ളപ്പൊക്കത്തിൽ പോയൊരു കഥയാണ്. മൂഴികേറി അറിയില്ലേ, വെള്ളപ്പൊക്കം. അതിൽ ഞാൻ പോയി എന്ന് ഓർത്തിട്ട് എൻ്റെ വീട്ടുകാരൊക്കെ മറ്റേ കുഴിയൊക്കെ ഇട്ടാണ് തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. അപ്പൊ ആ ഒരു കഥ എഴുതിയത് ഭയങ്കര, എല്ലാവരും കുറെ പേര് എൻ്റെ നമ്പർ അന്വേഷിച്ച് വിളിച്ച്. അപ്പൊ എനിക്ക് തോന്നി ഇതെനിക്ക് പറ്റുമല്ലോ, എനിക്ക് പറ്റുന്ന ജോലിയാണല്ലോ. നിങ്ങൾക്ക് നന്നായിട്ട് പറ്റും കേട്ടോ. സംസാരിക്കുമ്പോൾ തന്നെ ഒരു വിഷ്വലൈസേഷൻ പവർ ഉണ്ട്. അപ്പൊ ഞാനിത് കാണുകയാണ് സീന്, നിങ്ങൾ അവിടെ പോയി നിൽക്കുന്നു, മോതിരം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നു. അപ്പുറത്തുള്ള ആൾക്ക് അത്ര ക്ഷമ വേണം, അല്ലെങ്കിൽ ഹസ്ബൻഡൊക്കെ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ല, ഈ പറഞ്ഞ പരിപാടി ഇപ്പോഴും ഉണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയാ തിരിച്ച് വരുന്നവരെയുള്ള എല്ലാ കാര്യം ഇപ്പം ഇവരാണ് ഇരകള്. ഹസ്ബൻഡ് മക്കളെ കിട്ടില്ല, മൈൻഡ് ആക്കില്ല, ആ വഴിക്ക് പോവും. ഹസ്ബൻഡ് വേറെ നിവൃത്തില്ല, ഓടിപ്പോയി. അപ്പൊ ഇടയ്ക്ക് ഞാനിങ്ങനെ കേൾക്കുന്നുണ്ടോ, ഒരുമിച്ച് മൂളാം പറഞ്ഞോ. കാരണം ഇത് കേട്ട് എനിക്കല്ലെങ്കിൽ ഒരു തൃപ്തിയില്ല. നമ്മുടെ അന്നന്ന് കാര്യങ്ങൾ അത് വീട്ടിൽ നിന്ന് അത് ശീലിച്ചിട്ടാ തോന്നുന്നു. പക്ഷെ എൻ്റെ മകനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വീട്ടിൽ വന്ന് പറയില്ല. അപ്പൊ എനിക്ക് ഇവര് സ്കൂളിലൊക്കെ ഗ്രൂപ്പിൽ നിന്നൊക്കെ അപ്പൊ ഞാൻ പറയും നിനക്കിന്ന് ഇങ്ങനെ ഇതുണ്ടാ, അതുണ്ട്. അപ്പൊ ഞാൻ എന്താ എന്നോട് പറയാതിരുന്നേ? അപ്പൊ ഇത് പറയുന്നില്ല കുട്ടികൾ. അത് ശരിക്കും നമ്മൾ അറിയണ്ടേ, ഒന്നും പറഞ്ഞില്ലേ, അത്യാവശ്യ കാര്യങ്ങളും പറയണ്ടേ. അപ്പൊ ഞാൻ നോക്കുമ്പോ രണ്ടാമത്തെ ചെറിയ കുട്ടികൾ, അവർ ചെറുതല്ലേ, അപ്പൊ അവര് വന്നിട്ട് കാര്യങ്ങൾ പറയും. മൂത്തയാള് പണ്ടേ തൊട്ടേ അങ്ങനെയാ, അപ്പം കുറച്ച് ഇൻട്രോട്ടെ ഹസ്ബൻഡിന്റെ ഒരു ക്യാരക്ടർ. അപ്പൊ ഞാനിങ്ങനെ, അപ്പൊ എന്നോട് പറയും അമ്മയ്ക്ക് ഇത് ശീലമായി, എനിക്ക് പറ്റില്ല ഇതേപോലെ സംസാരിക്കാൻ. ഇപ്പൊ ഹസ്ബൻഡിനോടാണ്. അപ്പൊ എൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ എൻ്റെ വീട്ടിലെ എല്ലാവർക്കും അതറിയാം. ഹസ്ബൻഡിനെ ഇപ്പം എന്തെങ്കിലും ഒരു വിഷയം എന്തെങ്കിലും അത് ഇന്ന ദിവസം അത്, കാരണം ഞാൻ ഒരു കാര്യം പറയാത്തായിട്ടില്ല. എനിക്കത് പറഞ്ഞ് നിസ്സാര കാര്യമാണെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങൾ ആ ബാഗോടെ തുടങ്ങും കഥ പറയാൻ വന്നിട്ട് ഇന്ന് തന്നെ. ഇപ്പൊ KSFE-യിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ KSFE-ക്ക് വേണ്ടിയിട്ട് ഒരു ആഡ് ചെയ്തത് നിങ്ങൾ മൊബൈലിൽ ചെയ്തതാണെന്നുള്ളതാണ്. അത് അവർ ക്യാരി ചെയ്തു. അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് പിന്നെ 9 പരസ്യങ്ങൾ ഞാൻ ചെയ്തു. അതിൽ 2 എണ്ണം മാത്രമാണ് പോപ്പുലർ ആയി എന്ന് പറയാൻ പറ്റുന്ന, പോപ്പുലർ എന്നല്ല ആൾക്കാർ കണ്ടത്. അതെ, എല്ലാരും. അതായത് ബാക്കിയൊക്കെ ബ്രാഞ്ച് ഓരോ ഓഫീസിന് വേണ്ടിയിട്ട് പർട്ടിക്കുലർ അവരുടെ ബിസിനസ് മാത്രമായിട്ട്. അല്ലാതെ ചെയ്തതിൽ എനിക്കിങ്ങനെ ഒരു പരസ്യം എന്നുള്ളൊരു ഇതൊന്നുമില്ല. ആകെ ഓൾ ഇന്ത്യ റേഡിയോയിൽ അനൗൺസറായിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ വോയിസ് അതായത് ഇപ്പൊ കേൾക്കുമ്പോ ഈ വോയിസിലാണോന്ന് തോന്നരുത്. അവിടെ ചെന്നിട്ട് അതെ അവിടെ നമ്മൾ കുറച്ചുകൂടെ നന്നാവുമല്ലോ. അപ്പോ അതെയോ കുറച്ചു കാലം ഇങ്ങനെ ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി എന്നൊക്കെ പറഞ്ഞതാ. അതെയോ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് റേഡിയോയിൽ പോയ എനിക്ക് ശബ്ദം അത്യാവശ്യം ഇങ്ങനെ അനൗൺസ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഇതുണ്ട് എന്നുള്ളൊരു ഇതിന്റെ പുറത്ത് ആദ്യം വിഷ്വൽ ഇല്ലാതെ വോയിസ് മാത്രമായിട്ട് പരസ്യം ചെയ്തു. അപ്പോൾ അത് കൊള്ളാന്ന് തോന്നി. അപ്പാണ് എനിക്കൊരു ദിവസം എന്നാ പിന്നെന്ത് ചിത്രീകരിച്ചാലോ അങ്ങനെയല്ല, അതല്ല മോഡൽ ഒന്നും നമുക്ക് വിളിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റൂല്ലോ. നിങ്ങൾ ഭീമയ്ക്ക് വേണ്ടിട്ട് എന്തോ മോഡൽ ചെയ്തിട്ടില്ലേ? അതൊക്കെ പിന്നീട് വന്നതാണ്. കോൺഫിഡൻസ് സ്വന്തം കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്നത്
അതായത് ഈ ഓഡിയോ നോക്കുമ്പം അധിക പേരും കാണുന്നില്ല. നമ്മളെ നോട്ടീസും സ്കീംസും പിന്നെ അതിന്റെ ചിട്ട എമൗണ്ടും ഇതൊക്കെ എഴുതുന്നത് അത് ബോറടിക്ക് ഇങ്ങനെ ആൾക്കാരെ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഞാനോർത്ത് ഞാൻ തന്നെ ഒരാൾ പ്രസന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഒരു ഗോൾഡിന്റെ വന്നപ്പോ ഞാൻ തന്നെ അത് പ്രസന്റ് ചെയ്തു. ബഹുവിറ്റാണ്. ഇതിന് മൈക്ക് എത്തണ്ടേ. എന്റെ വീട് റെയിൽവേന്റെ തൊട്ടടുത്താ. ഓരോ ട്രെയിന് പോകുമ്പോഴും ഇതിന്റെ ഈ ഹോണടിയില് ഇത് പോകും. ഒന്നും മര്യാദക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അത്ര എഫേർട്ട് എടുക്കേണ്ടി. പിന്നെ അന്ന് കോഡ്ലെസ് മൈക്കല്ല, ഇത് ചവിട്ടി ഇതായിട്ടും അങ്ങനെ നമ്മള് മൊബൈലിലും ആണല്ലോ എടുക്കുന്നത്. ആരാ? മോനാണ്. അവൻ 7-ലോ 6-ലോ 7-ലോ ആണ്. എന്നാലും ഞാനിത് എടുത്ത്. അപ്പോൾ ഒരുവിധം പേർക്കൊക്കെ ഇഷ്ടമായി, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ വോയിസ് നന്നായിട്ട് എല്ലാവരും നന്നായിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ കുറച്ചുകൂടെ ഇതാവാം. പിന്നെ അന്നത്തെ മൊബൈലിൽ നിന്നും കുറച്ചുകൂടെ നല്ല മൊബൈൽ വാങ്ങിയപ്പോൾ ക്ലാരിറ്റി കുറച്ചുകൂടെ ഉണ്ടായി. അങ്ങനെ എടുത്ത് ഒരു പരസ്യം ഞാനിങ്ങനെ ഒഫീഷ്യൽസിന് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അത് നന്നായിട്ടുണ്ട്, അത് നമുക്ക് കമ്പനി നമ്മൾ എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ തന്നെ ഷൂട്ട് ചെയ്താണല്ലോ. അപ്പോൾ പുറത്ത് പ്രൊഫഷണൽ അഡ്വർടൈസ്മെന്റ് ഏജൻസിക്ക് കൊടുത്തിട്ട് സെയിം സാധനം അവർ റിപ്പീറ്റ് ചെയ്ത് എന്നെ കൊണ്ട് തന്നെ എടുപ്പിച്ചു. അതില് ഞാൻ തന്നെ മോഡൽ, കഥ, തിരക്കഥ, സംഭാഷണ സംവിധാനം, അതെ, ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. അങ്ങനെ TV-ലൊക്കെ വന്നു. അത് എനിക്കൊരു ഭയങ്കര പ്രൗഡ് മൊമെന്റാണ്. കാരണം ഇതിന്റെ ABCD അറിയാത്ത ആളാ ഞാൻ. ഒരു പരസ്യം എടുക്കുക അങ്ങനെ എന്താ. പിന്നെ ഞാനത് സ്ക്രിപ്റ്റൊക്കെ ഇത്ര സമയത്തിൽ ഈ ആഡ് അത് തന്നെ ഒരു 5 എണ്ണം കഴിഞ്ഞതിന് ശേഷം എടുത്തതാ. അത് TV-ലൊക്കെ വന്നു. അത് കട്ട് ചെയ്തു. ഞാൻ 1 മിനിറ്റ് എടുത്തത്. TV-ൽ 1 മിനിറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് കട്ട് ചെയ്തൊരു 20 സെക്കൻഡോ മറ്റേ ആക്കിയിട്ട് TV-ലൊക്കെ വന്നു. അത് ഭയങ്കര സന്തോഷം. അന്ന് ഞാൻ സ്റ്റാഫാണ്, ഞാൻ അവിടുത്തെ ഒരു ജൂനിയർ ആയിട്ടുള്ള സ്റ്റാഫാ. എനിക്ക് മേലെയാണ് എല്ലാവരും ഉള്ളത് അവിടെ. ഇത്രയും വലിയൊരു സ്ഥാപനം. അപ്പം ഞാൻ ചെയ്തൊരു ആഡ് കമ്പനി ഏറ്റെടുക്കുകയും അത് TV-ൽ നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് ചെറിയ മോനൊക്കെ അമ്മ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ അഭിനയിക്കുന്നതാണെങ്കിൽ പോലും എനിക്ക് അതത്ര തൃപ്തിയില്ല. അതായത് നമ്മളൊരാളെ വിളിച്ച് അഭിനയിക്കുന്നില്ല. ഇത് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റാണ്. ഞാനാണ് അതിൽ ജിമ്മിലായിരുന്നു അത് ഏതില്. അപ്പൊ അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ചില ആൾക്ക് ഒരുപാട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ വോയിസ് മോഡുലേഷൻ നാച്ചുറൽ ആയിരുന്നു. അതിനകത്ത് ഒരു പരസ്യത്തിന് കൊടുക്കുന്ന ഒരു ഗുമ്മല്ല, വളരെ ഒരു കാര്യം പറയുന്ന പോലെ റിയലിസ്റ്റിക് ആയിരുന്നു. ഇപ്പോഴത്തെ പരസ്യങ്ങളൊക്കെ അങ്ങനെയാണ്, റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി കൂടി അവർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നിങ്ങൾ വളരെ നാച്ചുറൽ ആയിട്ട് വന്നു നിന്നിട്ട്. എനിക്ക് മറ്റേ എക്സ്ട്രാ അത് ഇട്ടിട്ട് ചെയ്യാൻ അറിയില്ല, ഇങ്ങനെ അറിയുള്ളൂ. അങ്ങനെ പരസ്യം എന്ന് പറഞ്ഞാ പിന്നെ ഞാൻ എന്താ പറയാ, സാധാരണ എല്ലാവരും സാലറി കൂടുതൽ കിട്ടുക, ഇൻക്രിമെന്റ് കിട്ടുക, അതൊക്കെ സറണ്ടർ ഒക്കെ ചെയ്യുമ്പം ഗോൾഡ് അങ്ങനെയുള്ള ഇതാ. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വക കാര്യങ്ങളില് ക്യാമറ വാങ്ങി. എനിക്ക് ഭയങ്കര ഒരു ഇതിലങ്ങ് എസ്റ്റാബ്ലിഷ് ആവാന്ന് ഓർത്തിട്ടല്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന എഫേർട്ട് ഈ ഒരു മൊബൈലിന്റെ ക്യാമറയിൽ എന്ന് പറയുമ്പോൾ അത് ആ ഒരു എഫേർട്ടിന്റെ ഇതിൽ മുങ്ങിപ്പോവുക. എക്യുപ്മെന്റ്സിന്റെ ഒരു ഇതിൽ പോയി പോകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് വിഷമല്ലേ. അപ്പൊ ക്യാമറ ഇപ്പൊ റീസെന്റ് ആയിട്ട് വാങ്ങിയുള്ളൂ കേട്ടോ. ബാക്കി എടുത്തതൊക്കെ കണ്ടതൊക്കെയും മൊബൈലിൽ എടുത്തത് തന്നെയാണ്. അടിപൊളി. അതുപോലെ നിങ്ങളുടെ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ സക്സസ് ആയി നിൽക്കുന്ന സമയത്ത് നിങ്ങളെ നറേറ്റ് ചെയ്യുന്നതും എഴുതുന്നതിനും ഒക്കെ ഗുണകരമാകുന്ന നിങ്ങളുടെ ഒരു പഴയ കാലമുണ്ട്. സഫർ ചെയ്തിരുന്ന കാലമുണ്ട്. ഇപ്പൊ ചിരിച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. പക്ഷേ നമുക്കൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നതും നിങ്ങളൊരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇപ്പോൾ ഒന്ന് ഭയങ്കര രസമായിട്ട് ബ്രൈറ്റായിട്ട് സംസാരിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ശരിക്കും ഈ വീട്ടില് ദാരിദ്ര്യം അങ്ങനെ ഒരു അവസ്ഥ ആയിരുന്നോ? ഉണ്ടായിരുന്നു. ദാരിദ്ര്യം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പട്ടിണി കിടക്കുക എന്നുള്ളതിനെ മാത്രമല്ല ദാരിദ്ര്യം. അതായത് നമ്മുടെ അത്യാവശ്യം, അതായത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തത് പോലും സാധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയില്ലേ. അതായത് ഭക്ഷണത്തിന് മുട്ട് വന്നിട്ടില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷിക്കാരാ, ഒന്നുമില്ലെങ്കിലും കപ്പയെങ്കിലും ഉണ്ടാവും വെട്ടി കഴിക്കാന്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷേ
₹1 പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. അത് എത്രത്തോളം ആളുകൾ വിശ്വസിക്കുന്നു അറിയില്ല. ഞാനിത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇപ്പോൾ ഒരു 10, 50, 60 വർഷം മുമ്പേ ഓക്കെ ആ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ നിങ്ങളുടെ ഒന്നും ജനറേഷനിലൊന്നും അതൊന്നും ഉണ്ടാവില്ല. അത് കുറേ പേര് അത് നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നില്ലേ ആരുടെ ഒരു കോട്ട്, നമ്മൾ അനുഭവിക്കാത്തതൊന്നും റിയലായിട്ട് നമുക്ക് തോന്നില്ല, അത് വെറുതെ. പക്ഷെ അതുണ്ട്. അതായത് അച്ഛൻ എന്ന് പറഞ്ഞ ഒരാളാണ് അവിടുത്തെ വരുമാന സോഴ്സ്. അച്ഛനൊന്ന് സൈഡായി ഒരു വീണ് ഒന്ന് കയ്യും കാലും ഒക്കെ ഒടിഞ്ഞൊരു വാഴ ഇതിൻ്റെ ഇടയ്ക്ക് വീണതാണ്. പണീൻ്റെ ഇടയ്ക്ക് കുറച്ച് താഴ്ചയിലേക്ക് വീണു, കയ്യും ഒടിഞ്ഞു, പിന്നെ കാലിനും പ്രശ്നം പറ്റി, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നെ ഈ പറഞ്ഞ അഭിമാനബോധം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലുള്ള ഒരു ഇതാണ്. നമുക്ക് ചോദിച്ചവരുണ്ട്, നമ്മളോട് പറഞ്ഞുകൂടായിരുന്നോ? അതെ, നമ്മളെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ വളർന്നുകൊണ്ടായിരിക്കും ഇപ്പോഴൊക്കെയാണ് ആ ഒരു ₹10 ഉണ്ടോ നമുക്ക് ചോദിക്കാം. അന്നൊരു മടിയോ അല്ലെ ചോദിക്കുന്നതൊരു വിഷമമുള്ള ഒരു ഇതായിരിക്കും, ആ ഒരു മൈൻഡായിരുന്നു. അപ്പൊ നമ്മളുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും അരി ഓരോ ഇതായിട്ട് കുറഞ്ഞു അവസാനം ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് അനുഭവിച്ചവർക്ക് അറിയൂ. ഈ കൺസെഷൻ ₹1 വേണ്ടൂ. ഈ ₹1 ഉണ്ടെങ്കിൽ നമുക്ക് കോളേജിൽ പോവാം. എന്നിട്ട് പിന്നെ അവിടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ട്, അവരോട് തൽക്കാലം ചോദിച്ചതാവും. ഇതവിടെ എത്താൻ പറ്റാതെ ഇരുന്നൊരവസ്ഥയുണ്ട്. അതായത് നമ്മളിങ്ങനെ ചുമരിലും ജനലിൻ്റെ പടിയിലും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ചില്ലറ വെക്കില്ലേ, ആ ചില്ലറ വരെ എടുത്ത് ചിലവായിട്ട് ഇനിയൊന്നുമില്ല എന്നുള്ളൊരവസ്ഥയിൽ നിന്നുണ്ട്. അത് അച്ഛന് വയ്യാതായപ്പം നമ്മൾ അഭിമുഖീകരിച്ച കാര്യം അത്. ഇപ്പം നമ്മളില്ല, അയ്യോ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു വരുമാനം ഒരാളിൽ നിന്നാണ്. അമ്മയ്ക്ക് അന്ന് ജോലിയില്ല, അത് ആ സോഴ്സ് അടഞ്ഞ അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയതാണ് സിസ്റ്ററേയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്ന സമയത്ത്. ഭാഷ അറിഞ്ഞുകൂടാത്ത ഒരു നാട്ടിൽ പോയിട്ട് സംസാരിക്കാൻ വയ്യാതെ ഭക്ഷണത്തിന് പോലും പൈസ ഇല്ലാതെ ഒരു അവസ്ഥ വന്നു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒരു നോവലിനപ്പുറത്തേക്ക് എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ നിങ്ങളത് പറയുന്ന സമയത്ത് ഞാനിങ്ങനെ ശ്വാസം അടക്കിയാണ് കേട്ടോണ്ടിരുന്നത്. ആരെങ്കിലും ആ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുള്ളൊരു അത് സിറ്റുവേഷനലി നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് പോവേണ്ടി ഒരു അവസ്ഥ വന്നതാണ്. അത് ഈ അച്ഛന് വയ്യാതെ ഈ സമയമാണ്. അച്ഛനെ കൊണ്ടുപോകാൻ നിവർത്തിയില്ല. ഇതാണെങ്കിൽ ഡേറ്റ് അവൾക്ക് അനിയത്തിക്ക് ഒരു കുഴപ്പമില്ലാതിരുന്നയാ. 15 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയാണ്. പിന്നെ ഒരു കാലുവേദന വന്നു. നമ്മൾ കാലുവേദന എന്ന് പറയുമ്പോൾ കുഴമ്പും എണ്ണയും തൈലും ഒക്കെ ഇട്ട് ഒഴിഞ്ഞു ഒക്കെ ഇരുന്നു. സ്കൂളിലേക്ക് നല്ല ദൂരം നടക്കാനുണ്ട്. നന്നായി +2 ഡിഗ്രി മാത്രമാണ് +2 ഡിഗ്രിയാണ് ബസ്സിന് പോയത്. ബാക്കി നടന്നു തന്നെയാണ്, നല്ല ദൂരമുണ്ട്. നമ്മളോർക്ക് നീ നടക്കുന്ന കാരണം കാലുവേദന എന്നാ. ഇതൊരു ന്യൂറോ സംബന്ധമായിട്ടൊരു അസുഖം വന്നതാ. അത് ഐഡന്റിഫൈ ചെയ്തില്ല. അതങ്ങനെ കയറി അത് ചെവിൻ്റെ ഞരമ്പിനെ ബാധിച്ചു. എന്നിട്ട് കേൾവി പതുക്കെ കുറഞ്ഞത്. ആദ്യം കേൾവിയൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇതാവില്ല. പിന്നെ ഇവളോട് എന്ത് പറഞ്ഞാലും ഇവളെ എന്ന് ചോദിക്കുമ്പോഴാണ് ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായി തുടങ്ങിയത്. പിന്നെ അത് ചെവീൻ്റെ പ്രശ്നമാണെന്ന് ഓർത്ത് ചികിത്സിച്ചു. അതുമല്ലായിരുന്നു, ന്യൂറോ സംബന്ധമായിട്ടുള്ളത്. അതിൻ്റെ അടിവേരുന്ന് തുടങ്ങണമല്ലോ ചികിത്സ. ഇപ്പം ചെവി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഹിയറിംഗ് എയ്ഡ് 50,000 രൂപ വേണമെന്ന് പറഞ്ഞു. 50,000 രൂപ ആയിട്ട് 50 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് അന്ന് വലിയ ഒരു തുകയാണ്. അപ്പോൾ 50,000 രൂപയ്ക്ക് മൈസൂർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ ഈ BPL നമ്മുടെ കാർഡ് ഇത് നോക്കി അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തന്നെ അറിയുന്ന ഒരു ചേച്ചി അവിടെ ജോലി ചെയ്യുന്നുണ്ട് നേഴ്സായിട്ട്. അവരാണ് പറഞ്ഞത് അവിടേക്ക് വന്നാൽ ഇങ്ങനൊരിതുണ്ട്, നമുക്കത് നോക്കാം, കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. നമുക്ക് ഈ പൈസ കൊടുത്ത് ഈ ജന്മത്തിൽ വാങ്ങാൻ പറ്റുന്നതെന്ന് തോന്നിയിട്ടില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഡിഗ്രിക്ക് ഞാൻ പഠിക്കുക, അവൾ +2 പഠിക്കുക. അപ്പോൾ അവർ ഡേറ്റും കാര്യമൊക്കെ പറഞ്ഞാൽ അന്ന് ഫോണൊന്നുമില്ലോ. അങ്ങനെ പോയതാണ് ഞാൻ എണീറ്റിയപ്പം കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞു അവിടെ പോയി ഈ ചേച്ചി ഉണ്ടല്ലോ, അവരുണ്ടല്ലോ, നമുക്ക് അവിടെ എത്തുന്ന വയനാട്ടിൽ നിന്ന് മൈസൂരേക്ക് അധികം ദൂരം ഇല്ല, 3-3.5 മണിക്കൂർ ബസ്സിലിരുന്നാൽ മതി. അപ്പം നമുക്ക് പേടി അങ്ങനെ തോന്നിയില്ല. ഞാൻ കൊണ്ടുപോയി. അമ്മ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാത്ത, അമ്മയ്ക്കും അങ്ങനെ ഒന്നും അറിയില്ല. അമ്മ ആ വീടുമായിട്ട് ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം അമ്മയ്ക്ക് ജോലിയൊക്കെ ആയപ്പോൾ അമ്മ ഉഷാറായി. പക്ഷെ അന്ന് അങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞു ഈ ഒരു കാരണം കൊണ്ട് കൊണ്ടുപോകാൻ ആളില്ല എന്ന് പറഞ്ഞത് പിന്നെ നഷ്ടപ്പെട്ടു പോകണ്ട, നമ്മൾ പോവാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ കൊണ്ടുപോയതാ. അവിടെ പോയി അന്വേഷിച്ചപ്പോഴാണ് ആ ചേച്ചി ഡൽഹിക്ക് ട്രെയിനിങ്ങിന് പോയിരിക്കുന്നു. അവർക്ക് പെട്ടെന്നൊരു ട്രെയിനിങ് വന്നാൽ അവർ ഡൽഹിക്ക് പോയി. ഞങ്ങളെ അറിയിക്കാൻ അവർക്ക് പറ്റിയില്ല.
വിളിച്ചും അല്ലെങ്കിൽ കത്തയച്ചൊക്കെ ഇവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഉം. പക്ഷെ അങ്ങനെ പെട്ടുപോയി അവിടെ. ഉം. പെട്ടുപോയി എന്ന് പറയാൻ പറ്റില്ല, അത് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ഹിയറിംഗ് എയ്ഡായിട്ട് തന്നെയാ വന്നത്. പക്ഷെ ആ സമയത്ത് കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല, അതാണ്. ഇല്ല, പൈസ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന പൈസ 2 ദിവസം കൊണ്ട് കഴിഞ്ഞു. ഞങ്ങൾ ഓർത്ത് സാധാരണ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ടെസ്റ്റ് ചെയ്തു, അന്ന് വൈകിട്ടെങ്കിലും വരാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് 4 ദിവസം അവിടെ നിൽക്കേണ്ട വന്നു. അതായത് അവരാണത് ന്യൂറോ സംബന്ധമായിട്ടുള്ള അസുഖമാണെന്നും അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഫർദർ ചെക്കപ്പ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ഒരു ചെക്കപ്പിന് കയറിയാൽ 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറക്കുന്നത്. വാക്കിംഗ് ചെയ്യുന്നുണ്ട്, പിന്നെ കാല്, അങ്ങനെ കുറേ ടെസ്റ്റുകളുണ്ട് ഇവൾക്ക്. സ്റ്റെബിലിറ്റി നോക്കുന്നതും അങ്ങനെ. ചെവിയുടെ അവർ ശരിക്കും നോക്കുന്നില്ല, ഈ ഒരു സംഭവങ്ങളൊക്കെയാണ്. അപ്പം ഞാനിങ്ങനെ ഇരുന്നിരുന്ന് നോക്കുമ്പോൾ അപ്പോൾ അവർ പറയുന്നത് അടുത്ത ടെസ്റ്റ് കഴിഞ്ഞിട്ട് നാളെ ഇന്ന ഡോക്ടറെ കാണും. അപ്പോൾ ഓരോ ദിവസവും പോവല്ലേ, പൈസ ആകെ 2ാമത്തെ ദിവസം പൈസ തീർന്നു. പിന്നെ ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഒന്ന് ലാംഗ്വേജ് അറിയില്ല, കന്നഡയാണ്, ഒന്നും അറിയുന്നില്ല. പിന്നെ ഇത് ആരോട് ഇപ്പോഴാണെങ്കിൽ അറിയും, ഇപ്പം നമുക്ക് എന്തെങ്കിലും വെച്ച് എങ്ങനെയും ഇത് കൺവേ ചെയ്യുക. അന്ന് ചോദിക്കാൻ ഇത് ആരോട് ചോദിക്കും, ഇവരെങ്ങനെയുള്ള ആൾക്കാരാണ്, ഓരോരോ റൂമും കാര്യവും. വലിയ ഹോസ്പിറ്റൽ, ക്യാമ്പസ് വലിയ ക്യാമ്പസാണ്. അടുത്ത റൂമിലേക്ക് എന്ന് പറഞ്ഞാൽ വണ്ടി വിളിച്ച് പോകാനുള്ള ദൂരമുണ്ട് അടുത്ത ടെസ്റ്റ് നടത്താൻ. 2ാമത്തെ ദിവസം കഴിഞ്ഞ് ഹോട്ടലിൽ 1000 രൂപ വാങ്ങിയത്. ഒരു കുഞ്ഞു കിട്ടും, അത് ഞങ്ങൾ 2 പെൺകുട്ടികളല്ലേ, അവർക്ക് എത്ര വേണേലും പറയാലോ. അവര് പൈസ നല്ല 1000 അല്ല 900 രൂപ മറ്റേ വാങ്ങിയെന്ന്. ഇപ്പോഴില്ലാന്ന് തോന്നുന്നുണ്ട് അത്രയും ചെറിയ റൂമിനൊന്നും. എന്നിട്ട് 2ാമത്തെ ദിവസം പൈസയും കഴിഞ്ഞിങ്ങനെ ഇരിക്കുക. ഇവൾക്ക് നല്ല മരുന്നുകൾ അപ്പോഴേ ഉണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. നടക്കാനും വയ്യ, ഭക്ഷണവും ഇല്ല. അങ്ങനെ എൻ്റെ ചെവിയിലാണെങ്കിൽ അന്ന് സ്വർണത്തിൻ്റെ കമ്മലല്ല, ഇവൾക്കേ ഉള്ളൂ കുഞ്ഞൊരു മുട്ട്. അങ്ങനെ അത് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അത് ഊരി കൊടുത്തു. അത് മണ്ടത്തരാണ്. 2 ആരെങ്കിലും ഊരി കൊടുക്കുമോ? ഒരെണ്ണമൊക്കെ അല്ലേ കൊടുക്കുള്ളൂ. ആ 2 എടുത്തിട്ട് അയാൾക്ക് കൊടുത്ത്. അപ്പോൾ അയാൾ പറഞ്ഞു രാവിലത്തെയും കൂടെ വന്ന് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം പോയിട്ട് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് അന്ന് ഉച്ച 2ൻ്റെ ഇടയിലുള്ളൊരു ഭക്ഷണം കഴിക്കലായതുകൊണ്ട് ഉച്ചയും രാവിലെ. രാത്രിയാകുമ്പോഴേക്കും വീണ്ടും ടയേർഡാവുമല്ലേ, പിന്നെ ഭക്ഷണം ഇല്ല, വെള്ളം മാത്രം. അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, അത് മാത്രമാണ് ഇതാവുക. ഇവക്ക് മരുന്നും കൂടെ കഴിക്കുമ്പോൾ ഇവക്ക് അല്ലെങ്കിലേ വയ്യ, നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അടുത്ത ദിവസമായപ്പോഴേക്കും ഒരു നിവൃത്തിയില്ല, നിൽക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശപ്പ് എന്ന് പറയുന്നൊരു വലിയൊരു സംഭവം തന്നെയാണ്. അതായത് അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അനുഭവിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം അങ്ങനെ ഒരു വിശപ്പിൻ്റെ ടൈം ആകുമ്പോഴേക്കും അവരെ ആരെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും കഴിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും ഒന്ന് അവിടെ ഉണ്ടാവും, ഒരു ഊണ് അഥവാ കിട്ടിയില്ലെങ്കിലും അല്ലേ, ഒരു ലേസിൻ്റെ പാക്കറ്റെങ്കിലും ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ നിൽക്കാനല്ലേ. അനിയത്തി പറഞ്ഞു എനിക്ക് വയ്യ ചേച്ചി, എനിക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല, എനിക്ക് തീരെ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഈ ഗുളിക കഴിക്കണമെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് വേണം കഴിക്കാൻ, ഇത് കഴിക്കാതിരിക്കാനും പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിൽ അങ്ങോട്ട് അയാളേ അല്ല, ഞങ്ങളെ കമ്മൽ കൊടുത്തില്ലേ, ആ ആളേ അല്ല അവിടെ. അയാളോട് പറയുമ്പോൾ അയാൾ എന്തൊക്കെയോ നമ്മളെ തിരിച്ചു പറയുക. അപ്പോൾ ഞാൻ പൈസ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം വിട്ടു, പോവാൻ പറഞ്ഞ് ഒഴിവാക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ എന്തൊക്കെയോ എനിക്കാ പറ്റാവുന്ന പോലെ ഞാൻ പറയുന്നുണ്ട്, ഗോൾഡ് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആൾ മാറിയപ്പോൾ ഇയാൾ എന്തൊക്കെയോ പറഞ്ഞു നമ്മളെ തിരിച്ചു വിട്ടു. ഇനിയിപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിനാണോ എന്താ പറയുന്നതെന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പോൾ പൈസ ഇല്ലല്ലോ, കഴിച്ചു കഴിഞ്ഞിട്ട് പൈസ ഇല്ല എന്ന് പറയാനും നിവൃത്തിയില്ല. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഞാൻ തിരിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ ഇങ്ങനെ ഈ ഒരു കടയൊന്നുമല്ല, ഈ കാനയില്ലേ ഓവുചാല്, അതിൻ്റെ മേലൊരു തകരത്തിൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് അതിൽ 2 ഇഷ്ടികയും വെച്ച് മറ്റേ സ്റ്റൗവും വെച്ചിട്ടൊരു പയ്യൻ വലിയൊരു ചീഞ്ചട്ടി അതിലിട്ട് ഇങ്ങനെ വട ഉണ്ടാക്കുക. ഒരു കടയിൽ ഓപ്പൺ സ്പേസാണ്. അതിങ്ങനെ ആലോചിക്കുക എന്താ വെച്ചാൽ ഈച്ചയും കൊതുകും കാനയല്ലേ അടിയിൽ കൂടെ ഒഴുകുന്നത്. അങ്ങനെ ആർത്തത് നമ്മൾ ഉറപ്പാണ് ഒരു മലയാളികൾ അങ്ങനെ ഇത് പറയാം, മലയാളികൾ എന്ന് പറയില്ല, കുറച്ച് നമ്മൾ കുറച്ചുകൂടെ വൃത്തി കൂടിയവരാന്ന് നമ്മൾ സ്വയം വിചാരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള ഇടത്തൊന്നും കഴിക്കുന്നത്. ഹോട്ടലിലേക്ക് പോയിട്ട് തന്നെ കഴിക്കുള്ളൂ. ഞാനിങ്ങനെ ഇവനെ കുറച്ച് നോക്കുമ്പം എൻ്റെ മോൻ്റെയൊക്കെ പ്രായം ഉണ്ടാവും ഇപ്പോഴത്തെ. എൻ്റെ ഒരു 10-16 വയസ്സുണ്ടാവും ആ പയ്യന്. അവൻ്റെ ആ ബനിയനും അവൻ്റെ ലുക്കും, എണ്ണ ഇങ്ങനെ തുടച്ചിട്ട് മേല് ഒരു ലുങ്കി മുണ്ടും പകുതി കയറിയൊരു ബനിയനും ഇട്ട് ഒരു
അലസമായിട്ടുള്ള മുടിയും ഒക്കെ ആയിട്ടൊരു ചെറിയ പയ്യനാ. അവനിങ്ങനെ കോരി ഇതിലേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇവൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിന്ന് അപ്പം ചോദിക്കണ്ടേ എത്ര എണ്ണാന്നൊക്കെ ചോദിക്കണ്ടേ. അപ്പം ഞാൻ അപ്പോഴും പറഞ്ഞു പൈസ ഇല്ല എന്ന് കഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇവൻ എന്താ ചെയ്യുക, വന്ന് തല്ലുമെന്ന് അറിയില്ലോ. അപ്പം ഞാൻ ഇതേപോലെ പറഞ്ഞു പൈസ പോക്കറ്റ് അടിച്ചു. ഇങ്ങനെയാ പറയണേ എല്ലാവരുടെ അടുത്തും, പോക്കറ്റ് അടിച്ചു പോയിന്നാ പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരെയും കണ്ടാരിപ്പിച്ചേക്കാനാ തോന്നുന്നില്ല. പക്ഷെ അവ പറഞ്ഞു പൈസ ഇല്ല. ഇവള് ഇങ്ങനെ ആക്ഷനാണ് മൊത്തം, വയ്യ, ഇത് ഹോസ്പിറ്റലിൽ വന്ന് ഇങ്ങനെ ഫുൾ ആക്ഷനും പറ്റാവുന്നതൊക്കെ വെച്ച് പറഞ്ഞപ്പോൾ അവൻ ഇവളെ നോക്കി അവന് കാര്യം പിടിയിട്ട് അവന് കറക്റ്റായിട്ട് സംഭവം പിടിയിട്ട് കയ്യിൽ പൈസ ഇല്ല, ഈ കുട്ടിക്ക് വയ്യ, അവൾക്ക് വേണ്ടിയാണ്. അപ്പം വേഗം ഒരു വട എടുത്തിട്ട് പേപ്പറിൽ തന്ന്. ഉള്ളത് കഴിച്ച ഒരു രംഗം ഞാൻ മറക്കില്ല. ഭയങ്കര ഒരു എന്താ പറയാ, അത് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയത്. എനിക്ക് എന്താ വെച്ചാൽ അച്ഛനും അമ്മയൊന്നും ഇത് അറിയുന്നില്ല. ഇവരെ വിചാരം ഞാൻ ഇവിടെ ചേച്ചിയുടെ അടുത്ത് വന്നു, അവര് നമ്മളെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതില്ല. അതിലൊരു തവണ മാത്രം ഒന്ന് വീടിൻ്റെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് വരാൻ പറ്റില്ല, ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ. അത് പറഞ്ഞേൽപ്പിക്കുകയോ ചെയ്യുന്നതല്ല. അത് ഇവിടെ ചേച്ചീനെ കണ്ടില്ല, ഞങ്ങൾ ഒറ്റയ്ക്കാന്നൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ 2 ദിവസം നിൽക്കേണ്ട വരുന്ന പറഞ്ഞ് കുറേ ടെസ്റ്റ് ഉണ്ടെന്ന് മാത്രം വിളിച്ചറിയിച്ചു. അവരൊരിക്കലും അറിയുന്നില്ല ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. അപ്പം അത് കഴിഞ്ഞ് അടുത്തതും കൂടെ അവൾക്ക് വാങ്ങിക്കൊടുത്തു. അതിൻ്റെ പകുതി അവൾ കഴിച്ചു, പകുതി എനിക്ക് തന്നു. അപ്പം ഇപ്പോഴും ഉഴുന്നവട കാണുമ്പം നമുക്കൊരു എന്താ പറയാ, ഇനി കുറെ നാള് ഉഴുന്നോടെ കാണുമ്പോൾ ഞാനും ഓർക്കും ഈ കഥ. അതെ, അത് രാത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ ലോഡ്ജിൽ നിന്ന് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഹോസ്പിറ്റലിന്റെ ചെയറിൽ തന്നെ കുറേ നേരം 12 മണി വരെയൊക്കെ ചെയറിലിരിക്കും. പിന്നെ മെല്ലെ പേപ്പർ വിരിച്ച്. പക്ഷെ അവിടെ അങ്ങനെ ഒരു പേടിക്കേണ്ടതല്ല, ഫുൾ പകല് പോലെ തന്നെ നല്ല വെളിച്ചമൊക്കെ ആയിട്ട് ഒരുപാട് പേരിങ്ങനെ കിടക്കുന്നൊക്കെ ഉണ്ട് പേപ്പർ. ഞങ്ങൾ രണ്ടും കിടക്കുകയാണോ എന്ന് വെച്ചാൽ കിടക്കുകയല്ല, എന്നാൽ ഇരിക്കുകയാണോ വെച്ചാൽ ഇരിക്കുമല്ലോ, ആ രീതിയിൽ രണ്ടുപേരും കൂടെ ഇരുന്ന്. 4ാമത്തെ ദിവസം ഹിയറിംഗ് എയ്ഡ് കിട്ടി. പിന്നെ അവരെ തന്നെ ക്യാമ്പസ് വണ്ടിയുണ്ട്, അതിൽ ഞങ്ങളെ ഇവിടെ ഇറക്കി തന്നു മൈസൂർ ടൗണിൽ. അവിടെ നിന്നൊരു KSRTC എന്ന് പറഞ്ഞാൽ അവരുടെ ബസ്സില്ലേ, ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി പതിവ് പോലെ പോക്കറ്റ് അടിച്ചു. വണ്ടി കുറേ എത്തി അപ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ ആള് പറഞ്ഞു അത് കന്നഡ ഇതാണ്, ഭയങ്കര ചൂടായി. ഞങ്ങൾ പറഞ്ഞു പോക്കറ്റ് അടിച്ചു, ഇല്ല പൈസ ഇല്ല, ഞാൻ കൽപ്പറ്റ എത്തിയിട്ട് വാങ്ങിത്തരാം. അതെനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ കോളേജിൽ പോകുമ്പോൾ എനിക്ക് കുറച്ച് കടകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇവിടെ എത്തിയാൽ പിന്നെ എന്തേലും രക്ഷയാണല്ലോ. അങ്ങനെ ഈ കൽപ്പറ്റ എത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഓടി കടയിൽ പോയിട്ട് പെട്ടെന്ന് ചേട്ടാ പൈസ ഞാൻ തരാം, പൈസ ഇതായിപ്പോയി, അത് ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ആൾ വേഗം എടുത്തു തന്നു. കണ്ടക്ടർ കൊണ്ടു കൊടുത്തു. അതൊരു വലിയ യാത്രയാണ്. അങ്ങനെ നന്ദി കേട്ടോ. ലോട്ടറി വിൽക്കുന്ന ഒരു ചേട്ടനായിരുന്നു. അത് പോട്ടെ, എപ്പോഴാ ഈ മുടി മുറിച്ച് ഫെമിനിസ്റ്റ് ആയത്? മുടി മുറിച്ച ഫെമിനിസ്റ്റ് ആവോ? അല്ലേ? മുടി മുറിക്കൽ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനവും കൂടി ആയിട്ട് പലപ്പോഴും പെൺകുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന തോന്നുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. പക്ഷെ മുടി മുറിക്കുന്നത് ഒരു സംഗതിയല്ലേ? നമ്മുടെ ആ സൗന്ദര്യബോധത്തിൽ നിങ്ങൾ എന്നെ കാണണ്ട. ഇന്നർ സോൾ ഇങ്ങനെയൊക്കെയാണ്. ബോയ് കട്ട് ചെയ്യുന്നുണ്ട്, മുട്ടയടിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി മുട്ടയടിക്കുകയോ ചെയ്തത്. അതൊരിക്കലും ഫെമിനിസം ആയിട്ട് ബന്ധമില്ല. അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, മറ്റേ വയ്യാതായിട്ടാണ് കീമോ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചവരൊക്കെ ഉണ്ട്. ഞാൻ ക്ലാസ്സിന് പോകുമ്പോഴായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സാർ എന്നെ നോക്കിയിട്ട് ഞാൻ എഴുതുന്നത് കണ്ടിട്ട് എഴുതുന്ന സ്പീഡാണ് ആള് ക്ലാസ് എടുക്കുന്നത്. ഞാൻ എഴുതി കഴിഞ്ഞാൽ ആള് പറയും ഞാൻ എൻ്റെ സൗകര്യത്തിനനുസരിച്ചാ ഓക്കെ അല്ലേ, കഴിഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞു. അപ്പോൾ ആൾ അടുത്തത് പറയും. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏത് സ്റ്റേജായി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്താ സാറേ, അല്ല ഇങ്ങനെ എപ്പോഴാ വയ്യാതെ. ഞാൻ പറഞ്ഞു ഇത് ഞാൻ തിരുപ്പതി പോയിട്ട് മുട്ടയടിച്ച. ആ സാറ് അലക്സ് എന്ന് പറഞ്ഞ സാറാ, മലപ്പുറത്തുള്ള സാറ്. 3-3.5 മണിക്കൂറായി മനുഷ്യന് മര്യാദയ്ക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ പ്രായത്തിൽ ഈ കുട്ടിക്ക് ഇത് ഇങ്ങനെ വന്നല്ലോ, ദൈവമേ റിക്കവർ ആയോ, എന്നാലും അത് പഠിക്കാൻ വരുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള ചിന്തകളും കൊണ്ട് നിങ്ങളുടെ സൗകര്യം അനുസരിച്ചാ ഞാൻ ഇന്ന് എത്ര ക്ലാസ് എടുക്കണ്ടേ, പോർഷനൊന്നും നീങ്ങിയില്ല, നിങ്ങളുടെ സൗകര്യം നോക്കിയാൽ ഞാൻ ക്ലാസ് എടുത്തത്. അപ്പം ഞാൻ അതിനുണ്ടായ കാര്യം പറഞ്ഞപ്പോഴേക്കും ആൾ എന്നെ തോള് തട്ടി. പിന്നെ ആ സാറ് എവിടെ ക്ലാസ് എടുക്കാൻ പോയാലും എൻ്റെ കഥ പറയും. നല്ല കഥ. ഈ
പറയുന്ന കൂട്ടത്തിൽ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ പാടാൻ പറഞ്ഞാലും പാടും എന്നുള്ള രീതിയിൽ കോൺഫിഡൻസോടുകൂടി ശ്രീകണ്ഠ സാറിൻ്റെ ഷോയിൽ വരെ പറയുന്നുണ്ടായിരുന്നു, എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്യും എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അതാണോ ശരിക്കും നിങ്ങളാക്കിയതെന്ന് എനിക്കറിയില്ല. ആ ഒരു എന്ത് ചെയ്യാനും പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസമോ ഇല്ലെങ്കിൽ എന്തും ചെയ്തേ പറ്റൂ, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ഇല്ലെങ്കിൽ അത് ഉള്ളിൽ നിന്ന് തോന്നുന്നതാണോ? അത് സത്യസന്ധമായിട്ട് പറഞ്ഞാലേ നമ്മുടെ ചെറുപ്പത്തിലെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉള്ള ഒരു സന്തോഷം, അച്ഛനും അമ്മയ്ക്കും ഒരു സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ ഞാൻ അങ്ങനെ ഒരു ഹാപ്പി ആയിട്ടൊന്നും കണ്ടിട്ടില്ല. എപ്പോഴും ഒരേ കാര്യം, രാവിലെ എഴുന്നേൽക്കണു, അങ്ങനെ പണിയെടുക്കുന്നു, രാവും പകലും പണിയെടുക്കണു, അതിന് അന്നന്നത്തെ ചെലവ് കഴിയണു, ഉറങ്ങണു. ഈ ഒരു ഇതല്ലാതെ ഒരു സിനിമയ്ക്ക് പോയിട്ടോ ഒരു തൊട്ടടുത്തുള്ള ഒരു സ്ഥലം വരെ ഞങ്ങൾ കണ്ടിട്ടില്ല. വയനാട് ജില്ലയായിട്ടും ഞാൻ വയനാട് ജില്ലയിലെ പൂക്കോട് ലേക്ക് അടക്കം കാണുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. ഒരു വിനോദയാത്രയോ ഒരു ഉത്സവമോ അങ്ങനെയുള്ള ഒന്നുമില്ല. ഓരോ ദിവസവും പുലരുന്നു, കിടന്നുറങ്ങുന്നു, അതിൻ്റെ ഇടയ്ക്ക് ആ ഉറങ്ങുന്നത് വരെയും പണിയെടുക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകളുണ്ട്, വായനശാലയും ക്ലബ്ബ് അല്ലേ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ വർഷത്തിലൊരിക്കൽ പരിപാടികൾ അല്ലെങ്കിൽ അതിൻ്റെ വാർഷികാമ്പകം പ്രോഗ്രാംസ് വരും. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിലൊക്കെ പരിപാടികളിൽ പങ്കെടുത്തിട്ട് നമ്മൾ കിട്ടിയ ഗ്ലാസ്, കപ്പ്, സോസർ ഇങ്ങനെ അല്ലെങ്കിൽ പ്ലേറ്റ് ഇങ്ങനെയുള്ള സാധനം, ഇപ്പോഴത്തെ പോലെ ട്രോഫി മൊമെൻറ്റോ ഒന്നുമല്ലല്ലോ, ഇത് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അമ്മയ്ക്കുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഞാനും അനിയത്തിയും മത്സരിച്ച് പരിപാടി പങ്കെടുക്കും. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഈ അടുക്കള പാത്രങ്ങൾ കാര്യങ്ങൾ കുറച്ച് ഇത് കൂടുതലാണ്. അപ്പോൾ ഗ്ലാസും കപ്പും ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അമ്മയ്ക്ക് അങ്ങ് ഭയങ്കര ഹാപ്പിയാണ്. അതെ. അപ്പം എൻ്റെ ഒരു ഇതെന്താ പറയുക, കൂടുതൽ പരിപാടികളിൽ പങ്കെടുക്കണം, ഒരു 10 എണ്ണത്തിന് പങ്കെടുത്താൽ 8 എണ്ണത്തിന് കിട്ടും, അത്രയും സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവരും. സത്യസന്ധമായി പറഞ്ഞാൽ ഈ അമ്മയുടെ മുഖത്ത് കാണുന്ന സന്തോഷമാണ് കൂടുതൽ പ്രോഗ്രാമുകൾ പങ്കെടുക്കാൻ കാരണം. സംസ്കൃതം പദ്യം ചൊല്ലല്, അറബി പദ്യം ചൊല്ലല്, സംസ്കൃത നാടകം, എന്താന്ന് ചോദിച്ചാൽ എല്ലാത്തിനും പങ്കെടുക്കും. എന്നിട്ട് ഇരുന്ന് അപ്പം പഠിക്കും, അറിയില്ലല്ലോ, കുത്തിയിരുന്ന് കാണാപ്പാടം പഠിക്കും. പിന്നെ ക്വിസ് മത്സരം, അതിലൊക്കെ ഇത്തിരി താല്പര്യം പണ്ടേ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ജനറൽ, അച്ഛൻ എപ്പോഴും അങ്ങനെ ഒരു കാര്യത്തിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പഠിക്കുന്നതിന് ഞങ്ങളിങ്ങനെ 3 പേരും പഠിക്കാനും, അനിയത്തിയും ജോലി കയറിയ അനിയനും 3 പേരും ഇങ്ങനെ ഒരു ജോലി എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത് അച്ഛൻ്റെ ഒരു ഇതുകൊണ്ട്. അമ്മയ്ക്ക് അങ്ങനെ എന്താ പറയുക, നിർബന്ധിക്കാനോ കമാൻഡ് ചെയ്ത് ചെയ്യിപ്പിക്കാനുള്ളൊരിതില്ല. അമ്മ ഒരു പാവമാണ്. അച്ഛൻ അതേസമയം വടിയെടുത്തിട്ട് സംസാരം കുറവാണ്, പ്രവൃത്തിയാണ്. അപ്പം അച്ഛൻ്റെ അടിയെ പേടിച്ചിട്ടും കൂടിയാണ് പഠിച്ചത്. അപ്പം പഠിക്കുമ്പം എല്ലാ ക്ലാസ്സിലും നല്ല മാർക്ക് വാങ്ങി കൊണ്ടുവരുമ്പോഴും ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ ഓരോ പ്രൈസും സോപ്പ് വെട്ടി അടക്കം കൊണ്ടുവരുമ്പോൾ ഉള്ള ഒരു സന്തോഷം, സത്യം പറഞ്ഞാൽ അതാണ് നമ്മളെ കൂടുതൽ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള കാരണം. പിന്നെ അതിങ്ങനെ എല്ലാ വർഷവും ഉണ്ടായി അതിനോട് താല്പര്യമായല്ലോ. പിന്നെ ഇത് എങ്ങനെ പറഞ്ഞാൽ, എങ്ങനെ പാടിയാൽ, എങ്ങനെ മോണാക്ട് ചെയ്താൽ ഇത് കിട്ടും എന്നുള്ള നമുക്ക് ഏകദേശം രൂപം കിട്ടി. പിന്നെ വലുതാവുമ്പോഴും ഇതേപോലെ. ഇപ്പം ഏറ്റവും ലാസ്റ്റ് ജോലി ചെയ്യുന്ന KSFE ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തു. ഞാൻ 13 എണ്ണത്തിനാണ് പേര് കൊടുത്തത്. 12 എണ്ണത്തിൽ പങ്കെടുത്തു. ഒന്ന് പിന്നെ 1500 മീറ്റർ നടത്താൻ കഴിഞ്ഞിട്ടായിരുന്നു 400 ഓട്ടം. അപ്പൊ അതിന് ആവില്ല എന്നർത്ഥം പോയി. അതെ, 13 എണ്ണത്തിൽ പങ്കെടുത്ത് 12 എണ്ണത്തിന് പ്രൈസ് കിട്ടി. അപ്പൊ ഇതെന്ന് പറയുന്നത് ഞാൻ മാത്രം അവിടെ മിടുക്കിയായിട്ടല്ല, ആ ഒരു സ്പിരിറ്റ് ഇല്ലേ പണ്ട്, അത് വാങ്ങുമ്പോഴുള്ള ആ സന്തോഷം, അത് തന്നെയാണ് ഇപ്പൊ തിരിച്ച് ഹസ്ബൻഡിനും ആയിരിക്കുമല്ലോ. ആളങ്ങനെ പ്രകടിപ്പിക്കൊന്നുമില്ല. എൻ്റെ അമ്മ സന്തോഷിച്ച പോലെ അപ്പോ ഗംഭീരം എന്നൊന്നും പറയില്ല, പക്ഷെ അതൊരു സന്തോഷമാണല്ലോ. ഇത്രയും സർട്ടിഫിക്കറ്റുകളും ട്രോഫിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള എല്ലാത്തിനും പങ്കെടുക്കും. കിട്ടി, പൊട്ടുന്നതുണ്ട്, എല്ലാത്തിലും ഒന്നും കിട്ടിയെന്ന് വരില്ല, പക്ഷെ പങ്കെടുക്കും. എനിക്കങ്ങനെ ഒരു തോൽവി എന്നുള്ളൊരു വിഷയമേ ഇല്ല. അപ്പൊ അയ്യോ അതിന് പോയി, അല്ലെങ്കിൽ അതിന് കിട്ടിയില്ല, അല്ലെങ്കിൽ അതിൽ തോറ്റു, അല്ലെങ്കിൽ അതിൽ വീണു. ഒരു സൈക്കിൾ സ്ലോ റേസിന് പോയിട്ട് വീണു, കിട്ടിയില്ല, സ്പീഡാണ്, സ്ലോ റേസ് പറ്റില്ല. അപ്പൊ അതിലെനിക്കത് പറ്റില്ല. അപ്പൊ അത് തുടക്കം ആദ്യം തൊട്ട് അയാള് അതും ഇതും ഒരേപോലെ എടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ അതിലൊരു ഡെസ്പ് ആവാനോ. ഇപ്പോഴും ആ കുട്ടികളുടെ പോലെ ഒരു സ്പിരിറ്റാ പരിപാടികളിൽ പങ്കെടുക്കുക. ചെറിയ ഒരു മിഠായി വർക്കെല്ലാം വിളിച്ചാൽ ഞാൻ ഇപ്പൊ ചാടി വീഴും.
അപ്പൊ നമുക്കൊരു മിഠായി പറക്കൽ വെക്കാം. പക്ഷേ ഈ മൂന്നാറിൽ പോയതുപോലെ അല്ല എവറസ്റ്റ് എന്ന് പറയുന്നത്. സ്വപ്നം പറയുന്ന കൂട്ടത്തിൽ എവറസ്റ്റ് പറയുന്നത് ഞാൻ എവിടെ വായിച്ചായിരുന്നു. ഈ എവറസ്റ്റ് എന്ന് പറയുന്ന ആഗ്രഹം ശരിക്കുള്ളതാണോ? ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് 2022 അതിന്റെ അന്ന് 2003 ഇത്. അന്ന് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഓരോ ഇയർ തരികയായി. അപ്പൊ 2022 എനിക്ക് തന്ന വർഷം. പക്ഷെ അതിന് കുറെ പ്രൊസീജിയർ ഉണ്ട്. അവിടെ പോയി 1 വർഷം നമ്മൾ ട്രെയിനിങ് ചെയ്യണം. ഇപ്പൊ ഈ ഫാമിലി 3 പേര്, 4 പേരും നമ്മുടെ ഒരു ചുറ്റും നിൽക്കുന്ന ഒരിതില് അങ്ങനെ മാറി നിൽക്കല് സാധ്യമല്ല എന്ന് തോന്നി. നിന്നിട്ടുണ്ട്. അത് പറ്റാവുന്നതിനൊക്കെ ഇങ്ങനെ അത്രയും വിട്ട് 1 വർഷത്തോളം ഒന്ന് മാറി പോവാന്ന് പറഞ്ഞാൽ വേറെ അമ്മ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതായിരുന്നു. ഇപ്പൊ ഹസ്ബൻഡിന്റെ അമ്മയില്ല, അമ്മ മരിച്ചു, ഞങ്ങൾ ഒറ്റയ്ക്കാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും നേടുന്നതിന്റെ ഇടയ്ക്ക് എല്ലാവരുടെയും ആഗ്രഹം കൂടെ നോക്കണല്ലോ. കുട്ടികൾ ചെറുതല്ലേ, അവര് കുറച്ച് വലുതായിരുന്നെങ്കിൽ ഞാൻ പോയേനെ. ചെറിയ മോൻ 1-ലെത്തിയിട്ടേ ഉള്ളൂ. പിന്നെ അത് തൽക്കാലം വേണ്ടാന്ന് വെച്ചു. അപ്പൊ നമുക്ക് സിനിമയിൽ അഭിനയിച്ച കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളുടെ സിനിമയിൽ അഭിനയിച്ച ഞാൻ കണ്ടിട്ടില്ല, പുറകിലിരിക്കുന്ന ക്യാമറമാൻ എന്തായാലും കണ്ടിട്ടുണ്ട്. അത് സന്തോഷമുള്ള കാര്യമല്ലേ? അഭിനയിച്ചതൊക്കെ തിരിച്ചറിയുന്ന ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ആദ്യമായിട്ടാണ്. അവന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ. അതെ. സിനിമാ കഥയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. സിനിമാ കഥ ഒന്നുമില്ല. സിനിമയിൽ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം. ഇതേപോലെ അതെങ്ങനെയാണ് ക്യാമറ, എങ്ങനെയാ നമ്മളെ തന്നെ തിയേറ്ററിൽ ഒന്ന് കാണുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സംഭവം പോലെയൊക്കെ തോന്നി. ആണ്. അതെ. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഒരു റിവെഞ്ച് എന്ന് പറയുന്ന റിവെഞ്ച് എന്ന് പറയാൻ പറ്റില്ല. സിനിമ രഞ്ജി പണിക്കരുടെ കൂടെ കൂമൻ എന്ന് പറഞ്ഞ സിനിമ, ജിത്തു ജോസഫ് സാറിന്റെ. ഞാൻ പടം കണ്ടതാണ്, പക്ഷെ ഞാൻ നോട്ട് ചെയ്തിട്ടില്ലതാണ്. അയ്യോ, ഞാൻ ഒരു തവണ കണ്ടുള്ളൂ, പിന്നെ കാണാൻ എനിക്കും വിഷമം. ഇനി കാണുമ്പോൾ നോക്കിക്കോളാം. അത് പിന്നെ ഞാൻ പോലീസിലായിരിക്കുമ്പം എനിക്കൊരു ഓഫർ വന്നു. എനിക്കറിയില്ല, ഇത് ഇന്റലിജൻസ് ഉള്ളപ്പോൾ അവിടുത്തെ സാറിനോട് പോയി ചോദിച്ചു. അപ്പോൾ ആ സാറ് സമ്മതിച്ചില്ല, പെർമിഷൻ തന്നില്ല. അതിൻ്റെ കൂടെ ഒരു 2 ഡയലോഗും കൂടെ പറഞ്ഞു. നിങ്ങൾ കണ്ണാടിയൊന്നും നോക്കുന്നില്ലേ? കണ്ണാടി ഇങ്ങനെ ഈ മുഖം കണ്ടിട്ട് സിനിമാ നടിയാവാനൊക്കെ പറ്റിയതാന്നൊക്കെ തോന്നിയോന്ന് വെച്ചു. അതാണ് ഊർജം. വെള്ളത്തിലെ ഡയലോഗ് പോലെ ഇൻസൾട്ടാണ്. അപ്പൊ ഞാൻ ഓർത്തു, എന്തായാലും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് സാറിനെ വിളിച്ച് ഞാൻ പറയും, ഈ മുഖം വെച്ച് ഞാൻ അഭിനയിച്ചു എന്ന്. അപ്പൊ ഈ സിനിമ ഇറങ്ങിയപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞു. ശരിക്കും നിങ്ങൾ കൊടൂര മാസാണ് കേട്ടോ. റിട്ടയർഡ് ആയിട്ടോ. ഞാൻ അങ്ങനെ ഒരു പ്രതികാരം എന്നുള്ള രീതിയിലല്ല പറഞ്ഞേ. സാറേ, ഞാനിങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചു, ടിവിയിലൊക്കെ വരുവാണെങ്കിൽ ഒന്ന് കാണണം. അതെയോ, ഏത് സിനിമ? ഞാൻ ഇന്ന സിനിമയാണ്. പക്ഷെ ആളാ മുന്നേയുള്ള സംഭവം മറന്നതാണോ എന്തോ. അത് അവരുടെ ഡ്യൂട്ടി സംബന്ധമായി പറഞ്ഞതായിരിക്കും പറ്റില്ല എന്നുള്ളത്. പക്ഷെ പെർമിഷനൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പോലീസിലുള്ള എത്രയോ പേര് അഭിനയിക്കുന്നു. വേണമെങ്കിൽ എന്ന് വിടായിരുന്നു. അപ്പൊ അത് ഞാൻ അറിഞ്ഞത് പിന്നെ സത്യനന്ദിക്കാട് സാറിന്റെ സിനിമയായിരുന്നു എന്ന് പറയുന്ന കേട്ടു, തൃശ്ശൂർ ഷൂട്ട് ചെയ്ത്. അപ്പോൾ എനിക്കതൊരു നഷ്ടബോധം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സിനിമയിലൊരു ഇത് വന്നപ്പം ആ കോവിഡ് സമയത്തായിരുന്നു. അപ്പോൾ എനിക്കൊരൊറ്റ ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഷൂട്ട് ചെയ്തു. എനിക്കത് ഉറപ്പില്ല, പറയുന്ന കേട്ടില്ലേ ചെറിയ റോളൊക്കെ ആണെങ്കിൽ സിനിമയിൽ വരുമ്പോൾ ഉണ്ടാവാറില്ല എന്നൊക്കെ. പക്ഷെ എൻ്റെ റോള് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി. പിന്നെ കുറെ ഓഫർ കാണുകയും ചെയ്തു. ആദ്യമായിട്ട് സിനിമ നടിയായി തോന്നി. അതെ, ആരും ചോദിച്ചിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞ. പിന്നെ കുറെ വിളിച്ചു. പക്ഷെ എനിക്ക് ഒന്നും അങ്ങനെ ഒരു നല്ലതായിട്ട് തോന്നിയില്ല. അങ്ങനെ ആരെയും കുറ്റമായിട്ട് പറയുന്നില്ല. പറഞ്ഞ ആദ്യത്തെ വലിയ സംഭവമായിട്ട് പറയും. പിന്നെ കറക്റ്റ് ആയിട്ടുള്ളത് എങ്ങനെ ഡയലോഗ് എങ്ങനെയാന്നൊക്കെ ചോദിച്ചാൽ അവർ അത് ഇപ്പം പ്രസൻസ് ഉണ്ട് മറ്റേ അവരുടെ കൂടെ. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ നമ്മൾ ജോലി കുറേ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഇതിന് പോകുന്നത്. അപ്പം അതിനുള്ള ഒരു കാര്യം ഇല്ലാതെ നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ. വെറുതെ ഒന്ന് മുഖം കാണിച്ചിട്ട് വരിക, അങ്ങനെയുള്ളൊരു മുഖം കാണിച്ചല്ലോ. ആ സാറോട് പറയാൻ പറ്റിയൊരു ഇത് ചെയ്തല്ലോ. അതെ, സ്വീറ്റ് റിവെഞ്ച് ആണ്. അപ്പൊ അത് വേണ്ട വെച്ചു. പിന്നെ പക്ഷെ എനിക്ക് ഈ ആഗ്രഹം ഞാൻ വിട്ടിട്ടില്ല. നമ്മളൊക്കെ ചെറുപ്പത്തിലെ അടുത്ത വീട്ടിൽ പോയിട്ട് TV ആണ്. ഞാൻ പറഞ്ഞല്ലോ, വീട്ടില് ഇതില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഇരിക്കുമ്പം സംവിധാനം സത്യനന്ദിക്കാട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ട ലെറ്ററിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നത്.
അപ്പോൾ ആ സാറിന്റെ സിനിമ ഞാൻ മറ്റു സംവിധായകരെ ഒന്നും മോശമാക്കിയല്ല പറയുന്നേ, നമ്മുടെ ഒരു മൈൻഡ് സെറ്റുമായിട്ട് അല്ലെ സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് സത്യനന്ദിക്കാണ്, ജോഷി എന്നൊക്കെ പറയും. അതെ, ആ ഒരു സിനിമകളില്ലേ നമ്മുടെ ലൈഫുമായിട്ട് ഇങ്ങോട്ട് ചേർന്ന് നിൽക്കുന്ന ആ ഗ്രാമീണ ഇതയും. അപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമാണ് സാറിൻ്റെ ഒരു സിനിമയിൽ ഒരു ചെറിയ വേഷമെങ്കിലും ചെയ്യാൻ പറ്റണമെന്ന്. അതൊരാഗ്രഹമാണ്. എന്താ പറയുക, സാറ് തൃശ്ശൂരുള്ള സാർ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ എത്രയോ പ്രോഗ്രാമിൽ വെച്ച് കണ്ടിട്ടുമുണ്ട്. പക്ഷെ എനിക്ക് സാറോട് അങ്ങനെ പറയാനുള്ള ധൈര്യമില്ല. ഇപ്പൊ ക്യാമറയെ നോക്കി നാട്ടുകാരൊക്കെ നിൽക്കുകയാണ്, മറ്റേ സാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടുകാരൊക്കെ നിൽക്കുക ചോദിക്കുക. എൻ്റെ അതൊരാഗ്രഹമുണ്ട്. നടക്കുമോ നടക്കില്ലയോ എന്നുള്ളതല്ല, നമുക്ക് ഇനിയൊരു സിനിമ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ച നടക്കുക കേട്ടോ. ഞാൻ എങ്ങനെയാ വിശ്വസിക്കുന്നത്? കാരണം എന്താ അറിയാമോ, കണ്ടമാന കാര്യങ്ങളിലും പോയി തലവെച്ച് സക്സസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതും കൂടെ സക്സസ് ആക്കാൻ ബുദ്ധിമുട്ടില്ല, സക്സസ് ആവും. ആവുന്ന കരുതുന്നു. അത് ആ ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. അത് നടക്കുന്നു വിചാരിക്കുന്നു. എനിക്ക് സത്യം പറയാം, എനിക്ക് സാറിനെ കാണുമ്പം ഇങ്ങനെ വേദികളിൽ വെച്ചിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ പോയിട്ട് ഒന്ന് പറയണം എന്നൊക്കെ ഇങ്ങനെ വരും, ഇതാവും. പിന്നെ ഞാൻ അയ്യോ വേണ്ട അങ്ങനെ പോയിട്ട് എനിക്കറിയില്ല. പിന്നെ സാറെന്ന് പറഞ്ഞാൽ ഒരു സംവിധായകൻ എന്നുള്ളതല്ലേ. പാട്ടുകൾ ഞാൻ റേഡിയോയിൽ കൊടുക്കുമ്പോൾ, ഞാൻ ആകാശവാണി പോയപ്പോഴാണ് സാറ് പാട്ട് എഴുതിയ കാര്യം അറിയുന്നത്. അത്രയും നല്ല. അപ്പം അങ്ങനെയുള്ള ഒരാളിനെ പോയിട്ട് അങ്ങനെ ചാൻസ് ചോദിക്കാൻ ഞാൻ ആരോടും ഇതുവരെയും ചോദിച്ചിട്ടില്ല. ഒരാളെടുത്തും അങ്ങനെ എനിക്ക് അഭിനയിക്കാനൊരു അവസരം തരുമോ അങ്ങനെ ഞാൻ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിങ്ങനൊരു പിന്നിലേക്ക് ഒരു ഇതുണ്ട്. അങ്ങനെ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ മുഖം കാണിക്കുന്നതാണെങ്കിലും ഞാൻ പോവും. ബാക്കി എല്ലായിടത്തും ഞാൻ വലിയ കാര്യം പറഞ്ഞു അങ്ങനത്തെ ഇതിലൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ സാറിൻ്റെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീമാണ്. തീർച്ചയായിട്ടും അത് നടക്കട്ടെ. അപ്പോൾ സ്വപ്നങ്ങളൊക്കെ ഇനിയുള്ളതും പൂർത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈമുണ്ട്, അധ്വാനിക്കുക. ടൈമൊക്കെ പോയി, 40 വയസ്സാവാറായി. അതാ ഞാൻ പറയുന്നത്, ഇനി ഒരുപാട് ടൈമുണ്ട്. നിങ്ങൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ തന്നെ ജിഷയുടെ ജീവിതം തുടരട്ടെ. ഞങ്ങൾക്കൊക്കെ ഇൻസ്പിറേഷനാണ്. ഞാൻ ഇന്ന് ഈ കഥ പലതും ഞാൻ കേട്ടിട്ടുള്ളതാണ്, പക്ഷെ ഇന്ന് കേൾക്കുമ്പോഴും പുതുതായി കേൾക്കുന്ന രീതിയിൽ തന്നെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാനുള്ള മിടുക്കുണ്ട്. എഴുത്തും തുടരുക, നിങ്ങളുടെ കഥയും സിനിമയാവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോ പറയാൻ പറ്റില്ല, നാളത്തെ ഒരു മാധവിക്കുട്ടിയൊക്കെ ആണെങ്കിലും അറിയാൻ പറ്റില്ല. തുറന്ന് എഴുതാൻ കഴിയുകയാണെങ്കിൽ മാധവിക്കുട്ടിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ അയ്യോ ദൈവമേ, അങ്ങനെയൊന്നും എന്താ പറയാ, അവരെ കഥ വായിച്ചിട്ടാ നമ്മളൊക്കെ വളർന്നത്. നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ ആണ്. ഇല്ലെങ്കിൽ തന്നെ ഓപ്പൺ ആയിട്ട് അത്തരത്തിലുള്ള സ്ത്രീകൾ സംസാരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് ഫേസ് ചെയ്തത് എന്റെ കഥയൊക്കെ വായിക്കുമ്പോഴാണ്. ഞാനൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും അതിനുള്ള ധൈര്യമുള്ള ആരുണ്ട്? അത്രയും അന്നത്തെ കാലത്ത് അങ്ങനെ തുറന്നെഴുതാനുള്ള ധൈര്യം, അതൊരു ധൈര്യവും കൂടിയാണ് അല്ലേ. മികച്ച തീരുമാനമാണ്. അതെ അതെ, സമൂഹത്തിന് ഒരു അടി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ എഴുത്തുകൾ. ഇപ്പോഴും നമുക്ക് പറ്റില്ല. ഇപ്പൊ എഴുതിയ കഥകളിൽ തന്നെ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന എങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അതൊന്നും മറയ്ക്കാൻ തോന്നും അല്ലേ. വല്ല വിഷയം അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള വല്ല വിഷയം അല്ല, നമ്മുടെ നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ ഒന്ന് മറയ്ക്കുമല്ലോ. അവർ ഓപ്പൺ ആയിട്ട് അത് എഴുതുക. അങ്ങനെ ഒരു എഴുത്തുകാരായിട്ട് മാറട്ടെ. അയ്യോ നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു.